നമസ്കാരം. തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കരിമം സ്വദേശി ഷീജയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാരുമായി അകന്നു കഴിഞ്ഞിരുന്ന ഷീജ മെഡിക്കൽ കോളേജിന് സമീപം ആൺസുഹൃത്തിനൊപ്പമാണ് താമസിച്ചിരുന്നത്. ഷീജയുടെ ആൺസുഹൃത്ത് സനോജ് എന്ന് വിളിക്കുന്ന സജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സനോജിന്റെ വീടിന് സമീപത്താണ് വാഴത്തോട്ടം. ഷീജയും സനോജും കുറച്ചുകാലം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ഷീജയുടെ വീട് സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. സനോജിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നാലെ ഷീജ ജീവനൊടുക്കുകയുമായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഷീജ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് വരില്ലെന്നും സനോജ് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണെന്നുമാണ് ഷീജയുടെ സഹോദരി ഷീബ പറയുന്നത്. ഉള്ളൂരിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിരുന്നു ഷീജ. സനോജിന്റെ ഭീഷണി കാരണം 3 വർഷമായി ടെക്സ്റ്റൈൽസിന് സമീപമുള്ള ഹോസ്റ്റലിലാണ് ഷീജ താമസിച്ചിരുന്നതെന്ന് സഹോദരി പറയുന്നു. കൊലപാതക സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സനോജിന് സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ദുരൂഹത നീക്കാൻ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. സനോജിന്റെ വീടിനടുത്തുള്ള പുരയിടത്തിലാണ് ഷീജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരിക്കുന്നതിന് മുൻപ് ഇരുവരും കണ്ടിരുന്നതായിട്ടാണ് പോലീസിന്റെ നിഗമനം. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സജികുമാറിന്റെ നിരന്തര ഭീഷണിയെ തുടർന്ന് ഇവർ ജീവനൊടുക്കിയതാണെന്നാണ് നിഗമനം. ഇയാൾക്കെതിരെ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. സനോജിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭീഷണി നേരിട്ടിരുന്നുവെന്നും ഇതിനാൽ 2 ദിവസമായി ഷീജ ജോലിക്ക് പോയിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഷീജയുടെ നഗ്നചിത്രങ്ങൾ കാട്ടിയാണ് സജികുമാർ ഭീഷണിപ്പെടുത്തിയിരുന്നതെന്നുമാണ് സൂചന. ഷീജയുമായുള്ള ഇയാളുടെ ഫോൺ ചാറ്റിൽ ഭീഷണി സംബന്ധിച്ച തെളിവുകളുണ്ട്. സ്വകാര്യ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സംഭവ ദിവസം ഷീജ ഇയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിലാണ് ഷീജയ്ക്ക് ജീവൻ നഷ്ടമായത്. ഷീജ ജീവനൊടുക്കിയതാണോ അതോ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ് പോലീസ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ബന്ധുവാണ് ഇവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. നിലവിൽ ഷീജയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത ആൺസുഹൃത്ത് സനോജ് ഓട്ടോ ഡ്രൈവറാണ്. സംഭവത്തെക്കുറിച്ച് ഷീജയുടെ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെയാണ് സംഭവം അറിഞ്ഞത്. നിരവധി യുവതികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഇയാൾ ഉപദ്രവിച്ചിരുന്നതായി അമ്മയോട് പറഞ്ഞിരുന്നു. ഷീജയുടെ കയ്യിൽ നിന്നും പലതവണകളായി വലിയ തുക ഇയാൾ വാങ്ങിയിരുന്നു. ഇത് കാരണം ഷീജ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. സനോജ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. കൈമനത്തെ ഓട്ടോ ഡ്രൈവറാണ് ഇയാൾ. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും സഹോദരൻ ആരോപിച്ചിരുന്നു. ഉള്ളൂരിലെ രമ ടെക്സ്റ്റൈൽസിലാണ് ഷീജ ജോലി ചെയ്തിരുന്നത്. കൊറോണ സമയത്താണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാകുന്നത്. ഈ കാലയളവിൽ കൈമനത്ത് നിന്ന് വീട്ടിലേക്ക് സജികുമാറിന്റെ ഓട്ടോയിലാണ് വന്നിരുന്നത്. ഈ അടുപ്പം വീട്ടുകാർക്ക് പോലും ഇഷ്ടമായിരുന്നില്ല. സഹോദരന്റെ താക്കീത് പോലും ഷീജ കാര്യമാക്കില്ല. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നപ്പോഴുള്ള ചിത്രങ്ങൾ സജികുമാറിന്റെ പക്കലുണ്ട്. ഈ ചിത്രങ്ങൾ കാട്ടി ഷീജ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. രമ ടെക്സ്റ്റൈൽസിന്റെ സമീപത്തുള്ള ഹോസ്റ്റലിലാണ് യുവതി പിന്നീട് താമസിച്ചത്. ഷീജയുടെ ചിത്രങ്ങൾ കൈമനം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർക്കെല്ലാം അയച്ചിരുന്നുവെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. പോലീസിനെ സമീപിക്കാനിരിക്കെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. കരമന പോലീസാണ് സനോജിനെ കസ്റ്റഡിയിലെടുത്തത്. മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് ഇയാളുടെ മൊഴിയെടുക്കും. സംഭവം നടന്നതിന് ചുറ്റും നിരവധി വീടുകളുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് നാട്ടുകാരും വെളിപ്പെടുത്തുന്നു. രാത്രി 10ഓടെ നിലവിളി ശബ്ദം കേട്ടെന്നും ഓടിയെത്തിയപ്പോൾ കത്തിക്കഴിഞ്ഞ മൃതദേഹമാണ് കണ്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞിരുന്നു.